നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ SC വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. കൊണ്ടാഴി മായന്നൂർ ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ചാണ് SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ ലാപ്ടോപ്പുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അപ്പൊ സ്കോളർഷിപ്പ് വേണം, കാരണം പല കുട്ടികൾക്കും ഫീസ് അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട്. ഈ അടുത്ത ദിവസം ഞാൻ അനുഭവിച്ച ഒരു കാര്യം പറയുന്നത്, ലക്ഷ്മി നാരായണനിലാണ് പഠിക്കുന്നത്. 5ാമത്തെയും 6ാമത്തെയും സെമസ്റ്ററിന് പൈസ അടയ്ക്കാനില്ല. മാനേജ്മെന്റ് ആ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല, നിങ്ങൾക്ക് അറിയാലോ, ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ രക്ഷിതാവ് വന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ട അങ്ങനെ അത് കുറച്ച് ഇളവ് ചെയ്ത് കൊടുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിലൊരു എടുത്തു പറയാവുന്ന ഒരു കാര്യം. ഞാൻ പറഞ്ഞു വന്നത്, ഫീസ് അടച്ചില്ലെങ്കിൽ, കൃത്യമായിട്ട് ഫീസ് അടച്ചില്ലെങ്കിൽ പുറത്തു പോരേണ്ട സാഹചര്യം വരെ പല കുട്ടികൾക്ക് ഉണ്ടാറുണ്ട്. അത് ചിലര് നമ്മുടെ ശ്രദ്ധയെപ്പെടുത്തും, ചിലര് അത് ശ്രദ്ധയെപ്പെടുത്തില്ല. അത് പെടുത്തിയത് കൊണ്ട് ആ കുട്ടിക്ക് തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് പറയില്ല. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK പ്രിയമത അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തർത്തിവിള, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V നിഷമോൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K സുദേവൻ, ശിവൻ വീട്ടിക്കുന്ന, സത്യഭാമ തുടങ്ങിയവർ സംസാരിച്ചു. മായന്നൂർ ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപികയും ഇംപ്ലിമെന്റിംഗ് ഓഫീസറുമായ V ബിന്ദു പദ്ധതി വിശദീകരണം നടത്തി. കൊണ്ടാഴി പഞ്ചായത്ത് ഭരണസമിതിയുടെ ചുരുങ്ങിയ കാലയളവിൽ 102 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. കൂടാതെ ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള സ്കോളർഷിപ്പും 8-9 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി മേശകളും കസേരകളും, അതുപോലെ തന്നെ 1ാം ക്ലാസ്സിലേക്ക് നവാഗതരായി എത്തുന്ന കുരുന്നുകൾക്ക് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റീൽ വാട്ടർ ബോട്ടിലുകളും കൈമാറിയിട്ടുണ്ട്.